നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഏതാണ്ട് ചിത്രങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞു. ഇത്തവണ ആര് കിരീടം ചൂടും? ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. 8 ടീമുകളാണ് ബാക്കി. 7ാം സ്ഥാനത്ത് ലിവർപൂൾ. ലിവർപൂൾ ഇനി മുന്നോട്ട് പോകുമോ? സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കിരീട സാധ്യത ഏറ്റവും കുറഞ്ഞ ടീമുകളിൽ ഒന്നായിട്ട് ലിവർപൂളിനെ കണക്കാക്കുന്നു. ആദ്യ പാദത്തിൽ, ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ പാദത്തിൽ പാഗ്ഡസ് പ്രിൻസസിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. പക്ഷേ ആ കളിയിൽ PSG പുലർത്തിയൊരു ആധിപത്യമുണ്ട്. ലിവർപൂൾ ഒറ്റ ഓൺ ഗോൾ ഷോട്ട് പോലും അടിച്ചില്ല എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് സംഗതി വ്യക്തമാണ്. PSG-യെ 2ാം പാദത്തിൽ ആൻഫീൽഡിലാണെങ്കിൽ പോലും മറികടക്കാൻ ലിവർപൂൾ ബുദ്ധിമുട്ടും. അപ്പോൾ കിരീട സാധ്യത ഏറ്റവും കുറവ് നമ്മൾ കാണുന്നത് ലിവർപൂളിനാണ്. 7ാമത് സ്പോർട്ടിംഗ് CP ആണ്. സ്പോർട്ടിംഗ് അവരുടെ മൈതാനത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ആഴ്സണലിനോട് തോറ്റിട്ടുള്ളൂ. ശരിയാണ്. പക്ഷേ എമിറേറ്റ്സിൽ ഇനിയിപ്പോൾ ആഴ്സണലിനോട് ആ കടം വീട്ടിയിട്ട് സ്പോർട്ടിംഗ് മുന്നോട്ട് പോകുമോ? സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്സണൽ ഇത്തവണത്തെ കിരീട ഫേവറിറ്റുകളുടെ ലിസ്റ്റിൽ തലപ്പത്തുള്ള ടീമല്ലേ. പിന്നെ 6ാം സ്ഥാനത്ത് FC ബാഴ്സലോണ. ബാഴ്സ 2-0 ക്യാമ്പ് നൗവിൽ പരാജയപ്പെട്ടത്. മെട്രോപൊളിറ്റനോയിൽ പോയി വേണമെങ്കിൽ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് മെട്രോപൊളിറ്റനോയാണ്. ഒന്നാമത്തെ കാര്യം. 2, ഡിയോഗോ സിമയോണിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കോച്ച്. അദ്ദേഹം ഗോളിലേക്കുള്ള വഴി അങ്ങ് ഗേറ്റ് വെച്ച് അടച്ചു പൂട്ടും, അല്ലെങ്കിൽ ബസ് പാർക്കിംഗ് അല്ല ട്രെയിൻ പാർക്കിംഗ് തന്നെ നടത്തും. അതിനെ മറികടന്ന് ഗോളടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ബാഴ്സയ്ക്ക് ദുഷ്കരമായിരിക്കും. ഏതായാലും 6ാം സ്ഥാനത്ത് FC ബാഴ്സലോണ വരുമ്പോൾ 5ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, ഈ 2-0 ലീഡുണ്ട്. സ്വന്തം മൈതാനത്ത് അവർ അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ എന്തായാലും നടത്തുകയും ചെയ്യും. കിരീടത്തിലേക്ക് അവർ പോകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഇപ്പോൾ ഏതായാലും അവർക്ക് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനം കൊടുക്കും. 4ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. തോറ്റിട്ടും താൻ റയലിനെ പൊക്കി വരികയാണെങ്കിലും ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇത് യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്, അത് റയൽ മാഡ്രിഡ് ആണ്. ആ 2 കൂടി നിങ്ങളൊന്ന് പൂരിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് വ്യക്തമാവും. 2-1 സാന്റിയാഗോ ബെർണാബുവിൽ അലിയൻസ് അറീനയിൽ പോയിട്ട് 1 ഗോളിൻ്റെ കടം വീട്ടി വിജയിച്ചു കയറുന്നുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷേ എന്തും സംഭവിക്കാം. അലിയൻസ് അറീനയിലിട്ട് ബയേണിനെ മറികടന്ന് റയൽ മുന്നോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ബയേണിന് തന്നെയാണ് കൂടുതൽ സാധ്യത. പവർ റാങ്കിൽ 3ാമത് PSG ആണ്. PSG നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണ്. അവർ മിന്നും ഫോമിലാണ്. ലിവർപൂളിനെ മറികടന്ന് അവർ സെമി ഫൈനലിലേക്ക് കടക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് എത്ര ദൂരം കാത്തിരുന്ന് കാണണം. 3ാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിൽ അവരുള്ളതെങ്കിൽ 2ാമത് FC ബയേൺ മ്യൂണിക്ക് ആണ്. യെസ്, ഈ സീസണിൽ വല്ലാത്തൊരു ഫോമിലാണല്ലോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച സാന്റിയാഗോ ബെർണാബ്യൂവിൽ നമ്മൾ കണ്ടു. ബെർണാബ്യൂവിലിട്ടിട്ട് ആ റയലിനെ തോൽപ്പിച്ചത്. കിരീട സാധ്യതയിൽ അവർ 2ാം സ്ഥാനത്ത്. ഒന്നാമത് അത് ആഴ്സണലാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവർ കിരീടത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിലും അങ്ങനെ തന്നെ. ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തോൽവി അറിയാതെ ഇതുവരെ വന്നിട്ടുള്ള ഒരേ ഒരു ടീമാണ് ആഴ്സണൽ എന്ന കാര്യം കൂടി ഓർക്കുക. സ്പോർട്ടിങ്ങിനെ അവരുടെ മൈതാനത്ത് 1 ഗോളിനെ തോൽപ്പിച്ചുള്ളൂ, ശരിയാ. പക്ഷേ എമിറേറ്റ്സിലിട്ട് അതങ്ങ് തീർക്കുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ സെമിയും ഫൈനലും ഒക്കെ അവർ വിജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് ആഴ്സണൽ. വളരെ പെട്ടെന്ന് ഈ പവർ റാങ്കിങ് ഒന്ന് പറയാം. 1ാമത് തീർച്ചയായിട്ടും ആഴ്സണൽ വരുന്നു. 2 ബയേൺ മ്യൂണിക്ക്, 3 PSG, 4 റയൽ മാഡ്രിഡ്, 5 അത്ലറ്റിക്കോ മാഡ്രിഡ്, 6 FC ബാഴ്സലോണ, 7 സ്പോർട്ടിംഗ്, 8 ലിവർപൂൾ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോസ് അനുഭവിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.